ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മളെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, എല്ലാ പ്രവാസികൾക്കും ഫ്രൈഡേ ഒരു സന്തോഷമുള്ള ദിവസമാണ്, കുറച്ച് സമാധാനമുള്ള ദിവസമാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്കും എല്ലാ ഫ്രൈഡേയ്സും നല്ല സ്പെഷ്യലായിരിക്കും. അങ്ങനെയുള്ള ഒരു ദിവസത്തിലെ വ്ലോഗാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ മോർണിംഗ് റൊട്ടീൻസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന ഡോർ ഇതാണ് കേട്ടോ. നമ്മളെ ബാൽക്കണി ഏരിയയാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള, എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ഇതാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ അത്ര ഒരു മോർണിംഗ് പേഴ്സൺ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കിളിയൊന്നും വരില്ല എനിക്ക് എണീറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കി എന്നിട്ടൊക്കെ ഉള്ളൂ കിച്ചണിൽ കയറുക. ഫ്രൈഡേ ആകുമ്പോൾ നമുക്ക് അധികം രാവിലെ ആരും പെട്ടെന്ന് എഴുന്നേൽക്കില്ല, സ്കൂളിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ് ആയിട്ട് പോയാൽ മതി. ഇത് കുറച്ച് ഗോതമ്പാണ് കേട്ടോ. അത് കിളികളൊക്കെ വരും, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ മോൻ്റെ അടുത്ത് വന്ന് അവനൊന്ന് അവിടെ ഫീഡ് ചെയ്ത് അതിന് ശേഷം ഞാൻ കിച്ചണിൽ വന്നിട്ടോ. ഫ്രൈഡേയ്സിൽ അധികം നമ്മൾ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഭയങ്കര ലേറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് നല്ല ഹെവി ആക്കിയിട്ട് തന്നെ ഫുഡ് കഴിക്കും കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി തലേദിവസം കുറച്ച് സാമ്പാർ കൂടുതൽ വെച്ചിരുന്നു, അതുപോലെ തന്നെ ദോശക്കുള്ള മാവും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആക്കിയതാ. പിന്നെ കുറച്ച് ചെമ്മീനെടുത്ത് ഒന്ന് ഫ്രൈ ആക്കി. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദായിപ്പാപ്പ എണീക്കണത്. പിന്നെ അറിയാലോ, ഒന്നിനും സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ റഷിക്കാൻ്റെ അടുത്ത് കുറച്ച് നേരം കൊടുത്തു. പിന്നെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെടുത്ത് മൂപ്പരൊന്ന് മൂടൊക്കെ ഒന്ന് ശരിയാക്കി. എന്നിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ പോയി. അങ്ങനെ പെട്ടെന്ന് എല്ലാം ഫുഡൊക്കെ ആക്കി. ഇനിയിപ്പോൾ ഉള്ളത് നമ്മളെ ഷോപ്പിലുള്ള ആൾക്കാർക്കും പിന്നെ തൊട്ടടുത്ത് നമ്മളെ ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ ഉള്ള ഒരാൾക്കും നമ്മൾ ഫുഡ് ആക്കലുണ്ട്. ലഞ്ച് മാത്രം കേട്ടോ വെള്ളിയാഴ്ച. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അങ്ങനെ അത് പാക്ക് ചെയ്തിട്ട് അത് കൊണ്ടുപോയി കൊടുക്കലാണ്. ദായിപ്പാപ്പാക്ക് നല്ലോണം ഇഷ്ടമാട്ടോ കുളിക്കാൻ. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ മഴ പെയ്ത് വെള്ളം നല്ല തണുത്ത് അങ്ങനെ പെട്ടെന്നൊക്കെ വെള്ളം ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്യുമ്പോൾ ആൾക്കൊരു ചെറിയൊരു പേടി പോലെ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ലൂക്ക് വാം വാട്ടറിലാണ് കുളിപ്പിക്കാറ്. അങ്ങനെ ഇരുന്നും കിടന്നും നടന്നിട്ടൊക്കെ ആയിട്ട് കുറച്ച് ഫുഡ് കഴിച്ച് പിന്നെ തട്ടലും മറിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കരച്ചിലായി. ഒക്കെ നിർത്തി. ജുമ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വരാൻ തുടങ്ങി കേട്ടോ. എനിക്ക് പോണത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കും ഒക്കെ ആയിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കും.
അപ്പോൾ ഓരോന്നോരോന്ന് ടേബിൾക്ക് എടുത്ത് വെക്കുക. അത് വരെ രണ്ടാളും അത് ചെയ്യും. അത് അവരെന്നെ അറേഞ്ച് ചെയ്ത് അങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ചെന്നാൽ മതി. സെറ്റപ്പാണ്. അവളവിടെ കുളിക്കാൻ അങ്ങനെ കുറേ തമാശയും ഗോസിപ്പൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്ന്. പുഷ്പം അതിന്റെ തനി നിറം കാണിച്ച് തിന്നൂട ഒരു മൂടോ. അങ്ങനെ വ്യത്യസ്തമായ റിവ്യൂ. വളരെ നല്ല ചോറാണ്, വളരെ നല്ല അരി, വളരെ നല്ല ഹായ് പാപ്പ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് ഉറങ്ങി എണീറ്റാണ് ഇപ്പോൾ. റഷിക്ക തിരിച്ച് ഷോപ്പിൽ പോയി. ഇനിയിപ്പോൾ ദായിപ്പപ്പൻ്റെ കൂടെ ഞങ്ങൾ മൂന്നാളും അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പാർക്കിലൊക്കെ പോകാനൊരു പ്ലാനുണ്ട്. സാധാരണ നമ്മൾ വെള്ളിയാഴ്ച അങ്ങനെ തന്നെ. പിന്നെ രാത്രി എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോകും. ഇപ്പോൾ പിന്നെ മഴ ആയ കാരണം അങ്ങനെ സമയത്തൊക്കെ കുറച്ച് ആളുകളൊക്കെ ഷോപ്പിൽ വരുന്ന സമയം. അപ്പോൾ പിന്നെ അങ്ങനെ പോകാറില്ല. എന്താ ചെയ്തിന ഇത്? ഈ മുത്തില്ലേ, ഈ മുത്ത് വായക്കുണ്ടോ? അൽബിയുടെ ബെല്ല് എന്തിനെടുക്കണേ? ഉള്ളൂ പാവടാ, പാവല്ല അൽബി. അല്ലുവിനോട് പറയട്ടെ. അല്ല അയ്യ പാവടോ, പാവ. സോറി വരി, സോറി വരി, സോറി സോറി വന്ന അടിമാക്കി വെച്ചുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും ചായ എടുത്ത് പാർക്കിലേക്ക് ഇറങ്ങുക. അൽബിനി എടുത്തിട്ടുണ്ട് കേട്ടാ. അവന് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുക. നമ്മളെ ഷോപ്പിൽ കയറിയിട്ട് അവർക്ക് വേണ്ട ജ്യൂസ്, ലൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരെടുത്ത്. ഇതിപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വീടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ മഴ പെയ്ത കാരണം ഇങ്ങനെ കുളിക്കുമ്പോൾ വെള്ളം വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വെറുതെ നടക്കുക. പാർക്കിലെത്തി കഴിഞ്ഞപ്പോൾ ദായ്പാപ്പാൻ്റെ മൂഡ് അത്ര ശരിയല്ല കേട്ടോ. അവന് ഇവിടെ ഇറങ്ങി നടക്കണം. പക്ഷെ മഴ ഇത് കാരണം കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊതുകുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിട്ടാൽ നിന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിയിട്ടാ. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ അത്ര എഫക്റ്റ് ചെയ്യുന്ന മഴ. മണ്ണിലിറങ്ങി പുല്ലും കല്ലൊക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ ആൾ ഭയങ്കര ഉഷാറായി. കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ അല്ലൂനെ റിതുവിനൊക്കെ അവരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുന്നില്ല, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവർക്ക് കൊടുത്ത് അങ്ങനെ. പിന്നെ നമ്മൾ അൽബിയുടെ കൂടെ ആയിരുന്നു അറബി കുട്ടികൾ മുഴുവനും. അവർക്ക് എന്തോ ഒരു ഇത്. അപ്പോൾ കുറേ ഇങ്ങനെ വികൃതി കാണിക്കുന്നുണ്ട്. ചിലർ ഭയങ്കര സ്നേഹത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ
കൂടുതൽ അൽബിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുത്ത ആ ഒരു സമയത്തിന് നമ്മൾ വീട്ടിലെത്തിയിട്ടാണ്. പിന്നെ തായ്പാപ്പാക്ക് ഫുഡ് കൊടുക്കല് ഇപ്പോൾ എനിക്ക് ഭയങ്കര ടാസ്ക്കായി തോന്നുന്നത് ഈ ഒരു ഫുഡ് കഴിപ്പിക്കലാണ്. അപ്പം ആദ്യമെല്ലാം എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കണ്ടാൽ ഞാനങ്ങ് നിർത്തലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അപ്പം അവൻ തന്നെ കൈ വെച്ചിട്ട് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയം അല്ലൂർ ഇതും കൂടെ അവനെ കളിപ്പിച്ച് അതിനുശേഷം പിന്നെ അവൻ ഉറക്കം വന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ നമ്മളും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്ന്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.